നടി ലക്ഷ്മിപ്രിയക്കെതിരായ പരാതിയിൽ അൻസിബയുടെ മൊഴി എറണാകുളം 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രേഖപ്പെടുത്തും. ഇതിനായി അടുത്ത മാസം 29-ന് അൻസിബ നേരിട്ട് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. സമൂഹമാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അൻസിബയുടെ പരാതി. എന്നാൽ പരാതിയിൽ പാലാരിവട്ടം പോലീസ് കേസെടുത്തിരുന്നില്ല. അതേസമയം മറ്റൊരു കേസിൽ അഡ്ഹോക് കമ്മിറ്റിയുമായി മുന്നോട്ടു പോകാനില്ല എന്ന് എറണാകുളം മുൻസിഫ് കോടതിയെ രമേശ് പിഷാരടി അറിയിച്ചു. നവമി ദിനേശ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നവമി, എന്തൊക്കെയാണ് താരസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള സംഭവത്തിൽ നടക്കുന്നത്? രേണുക, ഇന്ന് കോടതിയിൽ രണ്ട് ഹർജികളായിരുന്നു പരിഗണിച്ചത്. ആദ്യത്തേത് ലക്ഷ്മിപ്രിയക്കെതിരെ അൻസിബ നൽകിയ പരാതി, അതായത് ഒരു മാധ്യമത്തിലൂടെ ഓൺലൈൻ ചാനലിലൂടെ ലക്ഷ്മിപ്രിയ അൻസിബയുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ പരാമർശങ്ങൾ നടത്തിയെന്നായിരുന്നു പാലാരിവട്ടം പോലീസിന് അൻസിബ നൽകിയിരിക്കുന്ന പരാതിയിൽ പറഞ്ഞത്. പക്ഷേ അത് അന്വേഷിച്ച പോലീസ് കണ്ടെത്തിയത് അതിൽ അപകീർത്തികരമായിട്ടുള്ളതൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ വീഡിയോയിൽ നിന്നും ഉള്ളടക്കം പരിശോധിച്ചതിൽ നിന്നും ലക്ഷ്മിപ്രിയയ്ക്കോ ശ്വേതാ മേനോന് അതിന്റെ അവതാരകനോ എതിരെ കേസെടുക്കാൻ കഴിയില്ല എന്നായിരുന്നു പാലാരിവട്ടം പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. അതിനെതിരെയാണ് അൻസിബ കോടതിയെ സമീപിച്ചത്. കോടതി നേരിട്ട് പോലീസിനോട് ഇത് നിർദ്ദേശം നൽകണം, കേസെടുക്കാൻ നിർദ്ദേശം നൽകണമെന്നായിരുന്നു അൻസിബ ആവശ്യപ്പെട്ടത്. ആ ഹർജി ഇന്ന് കോടതി പരിഗണിച്ചു. ആ പരിഗണിച്ച കോടതി അത് 26-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അൻസിബയോട് നേരിട്ട് ഹാജരാകാൻ, അതായത് മൊഴി നൽകുന്നതിന് വേണ്ടി നേരിട്ട് ഹാജരാകാനാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊന്ന്, അഡ്ഹോക് കമ്മിറ്റിക്ക് എതിരെ ശ്വേതാ മേനോൻ നൽകിയ പരാതി. ആ പരാതി ഇന്ന് പരിഗണിച്ചപ്പോൾ രമേശ് പിഷാരടിയുടെ അഭിഭാഷകൻ ഇന്ന് കോടതിയെ അറിയിച്ചത് രമേശ് പിഷാരടിക്ക് ഈ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, ഈ കേസിൽ നിന്നും പിൻവാങ്ങുകയാണ്. പ്രത്യേകിച്ച് ശ്വേതാ മേനോൻ നൽകിയ പരാതിയിൽ കഴമ്പില്ല എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റിയുടെ കൺവീനറായി തെരഞ്ഞെടുത്തത് രമേശ് പിഷാരടിയായിരുന്നു. കോടതി ഉത്തരവിനെ തുടർന്ന് രമേശ് പിഷാരടി അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് തുടർന്ന് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, കേസിൽ നിന്നും പിന്മാറുകയാണെന്നാണ് രമേശ് പിഷാരടി കോടതി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കോടതി ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഈ ഹർജി പരിഗണിക്കുമ്പോൾ രമേശ് പിഷാരടി അതിൽ നിന്ന് പിന്മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ ശ്വേതാ മേനോന്റെ നിലപാട് കൂടി അറിയിച്ചതിന് ശേഷമായിരിക്കും മറ്റ് തുടർ നടപടികളിലേക്ക് കോടതി കടക്കുകയുള്ളൂ. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കോടതിയുടെ തുടർ നടപടി എന്ത് എന്നത് ഇന്നറിയാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.